ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞ് ടിപ്പുകളുമായിട്ടാണ് വന്നത്. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ടിപ്പുണ്ട്, എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മളൊക്കെ ഒത്തിരി പേര് ഇങ്ങനെയൊക്കെ വിഷമത്തിലൊക്കെ കഴിഞ്ഞു കൂടുന്നവരുണ്ട് ഈ ഒരു സംഭവം കൊണ്ട് കേട്ടോ. അപ്പോൾ അത് അടിപൊളി ഒരു പായ്ക്കാണ്, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഒരു ദിവസം കൊണ്ട് മാത്രമൊന്നും നമുക്ക് മാറത്തില്ല, ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേ എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ടാണല്ലോ ഞാൻ എല്ലാം ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി എനിക്ക് ഫലം കിട്ടിയ സംഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോഴെല്ലാവരും നോക്കുമോ, എന്നിട്ട് സുപ്പുവിനെ കമൻ്റൊക്കെ അറിയിക്കണം. നല്ല റിസൾട്ടാണ് എന്നൊക്കെ അറിയിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ പിന്നെ സുമ സുരേഷ് എന്ന് പറയുന്ന ചേച്ചിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഒരു ഹായ് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. സുപ്പുവിൻ്റെ വലിയൊരു ഹായ് തന്നെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ നേരത്തെയൊക്കെ എടുത്ത് വെക്കുന്നതായതുകൊണ്ടാവും കേട്ടോ ഹായൊക്കെ പറയാൻ. പറയുമ്പോൾ നമ്മൾ താമസിക്കുന്നത് കേട്ടോ. മെനഞ്ഞാനത്തെ വീഡിയോയ്ക്ക് താഴെയാണെന്ന് തോന്നുന്നു എനിക്ക് കമൻറ്റ് വന്നേ കേട്ടോ. അതുകൊണ്ട് സോറി, താമസിച്ചെങ്കിലും ഒത്തിരി സന്തോഷം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോഴെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. ഒത്തിരി സന്തോഷം. എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് സുപ്പുവിന്, എല്ലാവരോടും ഒത്തിരി സന്തോഷം കേട്ടോ. നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമ്മൾ മുഖത്തൊന്നുമല്ല പായ്ക്കിടുന്നത്, വേറൊരു പായ്ക്കാണ്. അതൊക്കെ ഞാൻ പറയാം. ഒരുപാട് പേര് ഈ ഒരു ഇതും കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ അനുഭവമൊക്കെ ഇപ്പം ഇത്തിരിയൊക്കെ കുറഞ്ഞു വരുന്നു. വിഷമങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് മാറ്റിക്കൊണ്ട് ഞാൻ വരുന്നു കേട്ടോ. ഒത്തിരി ഞാൻ വിഷമിച്ചിട്ടുണ്ട്, പലരെയും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതിനൊരു പരിഹാരം ഇന്ന് സുപ്പ് കാണിച്ചു തരുക. അത്ര ഉള്ളത്തില്ലല്ലോ. ഞാൻ ചെയ്ത് എനിക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ പറയത്തില്ല ഈ മുഖത്തിരുന്ന പായ്ക്കളാണേലും വെളുത്തു തുടുത്ത് ചൊരക്കളറാവുന്നൊന്നും നമ്മൾ പറയത്തില്ല. നമ്മുടെ മുഖമാണെങ്കിലും നല്ല ക്ലീൻ ആവും കേട്ടോ. നമ്മൾ ഈ മുഖത്ത് ചെയ്യുന്ന പായ്ക്കളൊക്കെ അടിപൊളി പായ്ക്കളാണ്. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ട് തന്നെയാണ് ഞാനും എല്ലാം ചെയ്ത് കാണിക്കുന്നത്. എൻ്റെ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കണം. ചേച്ചിമാരും അനിയത്തിമാരും ചേട്ടന്മാർക്കും ഒക്കുമല്ല, ചേട്ടന്മാരും അനിയന്മാരും നമുക്ക് ആർക്ക് വേണേലും നമ്മുടെ മുഖത്ത് പ്രായക്കുറവ് തോന്നിക്കും കേട്ടോ. 50 വയസ്സുള്ളവരെ കണ്ടാൽ 40 വയസ്സ് തോന്നിക്കും, 40 വയസ്സുള്ളവരെ കണ്ടാൽ 30 വയസ്സ് തോന്നിക്കും. സുപ്പൻ്റെ പ്രായം കറക്റ്റായിട്ട് പറയുന്നവർക്ക് ഒരു സമ്മാനമുണ്ട് കേട്ടോ. കമൻറ്റിൽ കൂടി അറിയിക്കൂ എനിക്കിപ്പോൾ എത്ര പ്രായമായെന്നൊന്ന് ഗസ് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ഇപ്പം എനിക്ക് വണ്ണമൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും മുഖം കുഞ്ഞായി, എന്നാലും നമ്മുടെ വയറും അതൊന്നും ഇനിയിപ്പം കുറയത്തൊന്നുമില്ല. ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. എൻ്റെ മുഖം ഇപ്പം ഇത്തിരി വണ്ണം കുറഞ്ഞു. ശരീരത്തിൽ നല്ല വണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ കണ്ടാൽ എനിക്ക് തന്നെ പേടിയാവുമായിരുന്നു. ഇപ്പം ഇച്ചിരി എനിക്ക് തോന്നുന്നു ഇത്തിരി വണ്ണമൊക്കെ കുറഞ്ഞത്. ഒരു വണ്ണമുള്ള സമയത്തൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം എനിക്ക് വലുതായിട്ട് സങ്കടം വന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വണ്ണം ഉള്ള സമയത്ത് നമ്മുടെ കഴുത്തുകൾ ഇങ്ങനെ ഇടുങ്ങിയിരിക്കും കേട്ടോ. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ കഴുത്തൊക്കെ ഇപ്പം ഇങ്ങനെ കഴുതയുടെ കൂട്ടോ ഒട്ടകത്തിൻ്റെ കൂട്ടോ കൂട്ടായിരിക്കുന്നത് നീണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കഴുത്തും. നേരത്തെയുള്ള ഫോട്ടോയൊക്കെ എടുത്ത് കണ്ടാൽ ഞാനിപ്പം ചിരിക്കും കേട്ടോ. എൻ്റെ കഴുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇടുങ്ങിയ സമയത്ത് നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഈ കഴുത്തിൻ്റെ ബാക്കിൽ നല്ല കറുപ്പ് വരും കേട്ടോ. ഈ മാലയിടുന്ന ഭാഗത്ത് നല്ല കറുപ്പ് നമുക്ക് വരും. വല്ലവരും വിചാരിക്കും ഇവള് കുളിക്കാതെ നനയ്ക്കാതെയൊക്കെ നടക്കുവാണെന്ന്. ഈ ഫ്രണ്ട് വശം വെളുത്തു ഇരിക്കും, ബാക്ക് വശം കറുത്തു ഇരിക്കും. ഇപ്പോഴും സുപ്പുവിന് കുറച്ചൊക്കെ ഉണ്ട്. ഞാൻ എന്ത് മാറ്റം വരുത്തിയെന്ന് അറിയാവോ, നിങ്ങൾക്കറിയാവോ? അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. അടിപൊളി ടിപ്പാണ്. ചേച്ചിമാരൊക്കെ ചെയ്ത് അവർക്കൊക്കെ പ്രയോജനപ്പെട്ടു എന്നറിയുമ്പോഴാണല്ലോ നമ്മളും ഈ ടിപ്പുകളായിട്ടൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഇന്ന് നമ്മുടെ കഴുത്തിലെ കറുപ്പ് മാറാനുള്ള ടിപ്പാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് തുടങ്ങാം.
നമ്മുടെ അവസ്ഥകളൊക്കെ നമുക്ക് പറയണ്ടേ, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾ വിചാരിക്കുമോ വെറുതെയാണെന്ന്. നമുക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ കൈമുട്ടിലെ കറുപ്പുകൾ ഇതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്താൽ മതി. നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ എന്നും ചെയ്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നും ചെയ്തുകൊണ്ടിരുന്ന ചേട്ടന്മാർ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അവരുടെ ഉപ്പാട് വരും. അതുകൊണ്ടാണ് പറഞ്ഞ 3 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം എടുത്തുകൊണ്ട് വരട്ടെ. എല്ലാം എടുത്ത് ഇവിടെ വെച്ച് കേട്ടോ. ഈ ചെയ്തു തരുന്ന കാണിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അതോ ഈ സുപ്പുവിനെ കളിപ്പിക്കുവാണോ? ചെയ്യുന്നുണ്ട്, മടിയാണോ? അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഞാനും അങ്ങനെ ഒരു കൂട്ടത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങളുടെ ആ ഒരു കൂട്ടത്തിലൊക്കെ ആയിരുന്നു ഞാനും. പക്ഷേ എനിക്കിപ്പോൾ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയത്തില്ല, വീണ്ടും ഞാൻ പറയുന്നു, വെളുത്തു തൊടുത്തു എന്ന് ഞാൻ പറയത്തതേ ഇല്ല. ഞാൻ ഈ ഒത്തിരി ദിവസം കൊണ്ട് ഇപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മുടെ മുഖത്തൊക്കെ ഓരോന്നൊക്കെ വാരി തേക്കുന്നല്ലോ. അപ്പോഴാ ഒരു റിസൾട്ട് നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഇതായിട്ട് വരും. പാട് പിന്നെ നേരത്തെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. പാട് നമുക്ക് നേരത്തെ എനിക്കൊന്നുമില്ലായിരുന്നു, മുഖക്കുരു ഒന്നുമില്ലായിരുന്നു. അപ്പോഴും നമ്മൾ ആദ്യം ഇതിനൊരു 3 കൂട്ടം കാര്യങ്ങളാണ് വേണ്ടത്. പല്ല് തേക്കുമല്ലോ എല്ലാവരും, അത് ഉമ്മുക്കിരിയാണോ തേക്കുന്നത്? അല്ല, പേസ്റ്റ് എടുക്കുമല്ലോ, അത് ഉമ്മുക്കിരിയാണോ? അതാണ് ഞാൻ പറയാൻ വന്നത് കേട്ടോ. അപ്പോഴെന്തായാലും നമ്മൾ കോൾഗേറ്റ് മതി കേട്ടോ, അതാണ് നല്ലത്. കോൾഗേറ്റ് പേസ്റ്റ് എടുക്കണം. എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണും. കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് നമുക്ക് കറുത്ത ഇതുണ്ടല്ലോ, കറുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് നൈറ്റി ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങളൊക്കെ ചുരിദാർ ഇടുന്നവരാണെങ്കിൽ താഴോട്ട് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഈ ഒരു പേസ്റ്റ് കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ. ചേട്ടന്മാർ നമ്മളെ ഓടിച്ചിട്ടടിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ചിലപ്പം കൈ എത്തത്തില്ല, പെടലി ഉളുക്കിയിരിക്കുന്നു. ഒരാഴ്ച കൊണ്ട് പെടലി ഉളുക്കിയിരിക്കുക. അമ്മ വിളിക്കുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. അമ്മ എന്നെ വീഡിയോ എടുക്കാതിരുന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം, എനിക്കിങ്ങനെ കൈ പുറകോട്ടാക്കി നമുക്ക് ഇത് സംഭവം ചെയ്യണം. ഈ പെടലി വേദന കേട്ടോ, എന്തോ ഉറക്കത്തിലെങ്ങാണ്ട് നമ്മുടെ അണ്ണൻ എൻ്റെ പെടലിക്ക് പിടിച്ചു കേട്ടോ. ഈ ഒരു പേസ്റ്റ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണേ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ കേട്ടോ. ഈ ഫ്രണ്ടിലൊന്നും നമുക്ക് കറുപ്പില്ലല്ലോ, ആ മാല ഇടുന്ന ഭാഗത്താണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ശരീരത്തിന് തടുപ്പൊക്കെ വരുമ്പോഴാണ് നമ്മളത് കൂടുതലായിട്ട്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ചില സമയത്ത്. പിള്ളേരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, നമ്മൾ പാത്രം കഴുകുന്ന ആ സ്റ്റീൽ കമ്പി ഉണ്ടല്ലോ, അത് വെച്ചൊന്ന് ഉരച്ചാൽ എന്താണ്. കുളിമുറി കയറി നിന്ന് ഒരപ്പോടൊരപ്പ് പിള്ളേർ ചോദിക്കും, ഇതെന്തോ അമ്മയോ ആരെ കുളിപ്പിക്കുവാന്ന്. ഞാൻ പറയുമല്ല, എൻ്റെ കഴുത്തൊരയ്ക്കുവാണെന്ന്. സത്യം, അത്രയ്ക്ക് വിഷമം വരും. ബാക്കിയെല്ലാം കാലും കയ്യും എന്താ മോനെ, ബാക്കി നമ്മുടെ കാലും കയ്യൊക്കെ വേറൊരു കളർ. ഈ കഴുത്ത് വരുമ്പോൾ പിന്നും കൂടി ഇത്തിരി ഉള്ളതിൽ ഞാൻ എന്താ മക്കളെ ഇത്തിരി ഉള്ളതിൽ നമ്മൾ മറച്ചിടും എന്ന് വെച്ചാൽ ഇത് കാണരുത് ആരും. നമുക്ക് സങ്കടം വരത്തില്ലേ. പിന്നെ ഫുള്ളായിട്ട് ഇടുന്നവർക്ക് കുഴപ്പമില്ല. ഞാനൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി ഉള്ളതുകൊണ്ട് ക്ലിപ്പ് ഇടുന്നതുകൊണ്ട് എനിക്കൊന്ന് ചിലരൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എനിക്കന്നേരം സത്യം പറഞ്ഞ നാണക്കേട് വരും കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഞാൻ സത്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അത് ആ നാണക്കേടൊക്കെ വന്നപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇവിടെയൊക്കെ മുഖത്ത് ഫേഷ്യൽ ചെയ്യുന്നു. അപ്പോൾ കറുപ്പുള്ള ഭാഗത്ത് മാത്രം ഇട്ടാൽ മതി. നമ്മുടെ പേസ്റ്റ് ഇടുമ്പം തന്നെ നമുക്കൊരു ചെറുതായിട്ടൊന്ന് എരിഞ്ഞു പിടിക്കുന്ന പോലൊക്കെ ഒരവസ്ഥ വരും. നമുക്കറിയത്തില്ലേ, പല്ല് തേക്കുമ്പം തന്നെ നമുക്കൊരു എരിഞ്ഞു പിടിക്കുമല്ലേ ഈ കോൾഗേറ്റിൻ്റെ. കയ്യെ കളയൊന്നും വേണ്ട. നമുക്ക് പരിപാടി തുടങ്ങുമല്ലേ പരിപാടി. ബായോ നോക്കട്ടെ, എനിക്ക് പറ്റത്തില്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻറ്റിനെയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. കൈ എത്തത്തില്ലെങ്കിൽ നമ്മളങ്ങനെ നോക്കട്ടെ, ചെയ്തു തരാം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഐറ്റം നമുക്ക് വേണ്ടത് ഇതുപോലൊരു കുന്ത കേട്ടോ. പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞു തരുന്നത്. ഈ സംഭവത്തിനൊക്കെ കുന്തം കോലെന്നൊക്കെ ആയിരുന്നു പറയുന്നത് പാവം പാവത്തുങ്ങളല്ലേ.
അപ്പോഴേ ഇതും കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ തന്നെ നീര് വരും. എന്നാലും നമ്മൾ അടുത്ത സംഭവം ഇടുമ്പോൾ ഇത് അങ്ങോട്ട് അകത്തോട്ട് ഇറങ്ങി ചെല്ലണം കേട്ടോ, അകത്തോട്ട് ഇറങ്ങി ചെല്ലണം. അതിനാട്ടോ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഇതെല്ലാം സുപ്പൂൻ്റെ വിദ്യയാണ്. ഇത് നമുക്കൊന്ന് കുത്തി കൊടുത്തിട്ട് ദേ അടുത്ത ഐറ്റം നമ്മുടെ മഞ്ഞൾപ്പൊടി. വീട്ടിലൊക്കെ മഞ്ഞൾപ്പൊടി ഉണ്ടോ? അത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമെന്നോ കവർ പൊടിയാണോ? ഇതൊക്കെ വീട്ടിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. എൻ്റെ സിറ്റ് ഔട്ടൊക്കെ ആകെ കലങ്ങി മറിഞ്ഞ് എപ്പോഴും തുടപ്പേ ഉള്ളൂ എനിക്ക് ജോലി കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടി ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ചേട്ടോ. ഈ മഞ്ഞൾപ്പൊടി ഇട്ടങ്ങോട്ട് കൊടുക്കുക. ഇനിയാണ് സുപ്പൂന് പണി. ഇനി നമുക്ക് ഇതങ്ങോട്ട് ദേ ആ പേസ്റ്റ് ഇട്ടപ്പം തന്നെ നമുക്ക് എരിഞ്ഞ് പിടിക്കുന്നു. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കണം കേട്ടോ. ആ എന്താ നമ്മുടെ ആ കറുത്ത ഇതുണ്ടല്ലോ, കറുപ്പുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കണം. എനിക്ക് ഇത്തിരിയും കൂടെ ഉള്ളു പോകാൻ കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടേ ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത്ര നേരം നമുക്കിങ്ങനെ വരയ്ക്കുമ്പോൾ പെടലി വേദന എടുക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ പെടലി തിരിച്ച് നിൽക്കുമല്ലേ, നിങ്ങളിങ്ങനെ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ എന്തായാലും ചെയ്യണം കേട്ടോ. മഞ്ഞൾപ്പൊടി തീരുന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുക്കണം കേട്ടോ. പെടലി വേദന എടുക്കുന്നു. എനിക്ക് പെടലിക്ക് വേദന കേട്ടോ. ഒരാഴ്ച കൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനത് ഷെയർ ചെയ്തില്ലല്ലോ. പെടലിക്ക് വേദന കേട്ടോ, പെടലിക്ക് വേദനയുണ്ട്. ഇങ്ങനെ നമുക്ക് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ കഴിവതും പഴയ തുണികൾ ഇട്ടോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യാനാ നൈറ്റി പഴയതൊക്കെ ഇട്ടിരുന്നു. ഇങ്ങനെ നമ്മളൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ചെയ്യോ? അതാ ഞാൻ ചുമ്മാതെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുവാന്നോ? ചെയ്യണം എല്ലാവരും കേട്ടോ. ചെയ്തിട്ട് റിസൾട്ടൊക്കെ പറഞ്ഞു തരണം. സുപ്പേ കൊള്ളാം, അടിപൊളി, നിൻ്റെ ടിപ്പുകളൊക്കെ നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ സുപ്പൂന് ഭയങ്കര സന്തോഷം ഉണ്ടാവും കേട്ടോ. ഒത്തിരി സമയമാവും, ഒന്ന് കുത്തട്ടെ, ഞാൻ കുത്തിക്കോട്ടെ. അല്ലെങ്കിൽ അത്രയും സമയം ഞാൻ ഇങ്ങനെ തേച്ചോണ്ട് നിൽക്കണ്ടേ? നിങ്ങൾക്കും ദേഷ്യമാവും. ഈ പെണ്ണ് വട്ട് കേസാ, ഊളംപാറയിൽ എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. കുത്തട്ടെ. എന്നെ സഹായിക്കാൻ എൻ്റെ അസിസ്റ്റൻറ്റ് വന്നു കേട്ടോ. കൈയും വേദനയെടുക്കുന്നു, പെടലിയും വേദനയെടുക്കുന്നു. ഇപ്പോഴും മോള് പറഞ്ഞമ്മേ ഇങ്ങനെ നല്ല വ്യത്യാസമുണ്ടെന്ന് അവളും പറഞ്ഞേ. നമുക്കങ്ങനെ നമ്മുടെ കഴുത്ത് കാണാനൊക്കത്തില്ലല്ലോ, തലയൊക്കെ കറങ്ങി വരുന്നു കേട്ടോ. ഞാൻ പിന്നെ എന്തോ ചെയ്യും, എനിക്ക് മാറ്റം ഉണ്ടോയെന്നറിയാൻ എന്തോ ഇതേപോലെ ഞാൻ വീഡിയോ എടുത്ത് നോക്കും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പെടലി കാണാനൊക്കത്തില്ലല്ലോ. ഇവർ പറഞ്ഞാലൊന്നും നമുക്ക് വിശ്വാസമൊന്നും വരത്തില്ല കേട്ടോ. ചില കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വാസം വരത്തില്ല ഇവർ പറഞ്ഞാൽ കേട്ടോ. ഇത് നിങ്ങളും ഇങ്ങനെ മക്കളോ അമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഒരാൾക്ക് ഒത്തിരി സമയമൊന്നും ഇങ്ങനെ വെച്ചിങ്ങനെ തൂക്കാനൊക്കത്തില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യമായിട്ടൊന്നും നമ്മൾ നിർത്തരുത് കേട്ടോ. ഒരാഴ്ചയിൽ 3 ദിവസമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എന്നിട്ട് നമുക്കങ്ങ് തുടച്ച് കളയണം. ഒരു 10 മിനിറ്റൊക്കെ നിങ്ങൾ ഇച്ചിരി നേരം ഇങ്ങനെ തൂത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ നമുക്ക് വേറെ ആളുടെ സഹായം വേണം എന്തായാലും കേട്ടോ. ചെയ്ത് നോക്കൂ, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. ആ വണ്ണമുള്ള സമയത്ത് നല്ല ഇരുളിച്ചയായിരുന്നു അങ്ങ് ഈ കഴുത്തിന് കേട്ടോ. മുടിയുള്ളവർക്കൊന്നും പിന്നെ ശ്രദ്ധിക്കത്തില്ല ആരും. മുടി ഇങ്ങനെ താഴോട്ട് കിടക്കുന്നുണ്ടേ ശ്രദ്ധിക്കത്തില്ല. മുടിയില്ലാത്തവർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കെട്ട് വരുമ്പോഴാണ് ശ്രദ്ധിക്കും. പിന്നെ നമുക്കിങ്ങനൊരു പോരായ്മ ഉള്ളത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഞാൻ അങ്ങനെ കേട്ടോ, എനിക്ക് എന്തെങ്കിലും അവർക്ക് അങ്ങനെയാണോ എന്നൊക്കെ ഞാൻ നോക്കും കേട്ടോ. കാണുന്നോ? ഞാൻ തിരിയട്ടെ. ഇത് ചെയ്തിട്ട് അമ്മയ്ക്ക് പെടലിക്ക് തൈലം തേച്ച് തരണം കേട്ടോ. വൈരാഗ്യമെല്ലാം കൂടെ എൻ്റെ പെടലിക്ക് തീർത്തു. വൈരാഗ്യമെല്ലാം കൂടെ എൻ്റെ പെടലിക്ക് തീർക്കുമായിരുന്നു കേട്ടോ. വ്യത്യാസം ഉണ്ടോ മോളെ? നമ്മൾ എന്ത് വ്യത്യാസപ്പെടുത്തി ഇപ്പം കേട്ടോ. ഞങ്ങളെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് വരിക. ഇച്ചിരി കൂടെ ഉള്ളു. എനിക്ക് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആദ്യം. ഇച്ചിരിയും കൂടെ ഉള്ളു കേട്ടോ. അതിനി ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് തുടർച്ചയായിട്ട് നല്ല നീരുള്ള. പിന്നെ നമുക്ക് താഴോട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. താഴോട്ടും നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഇവിടെ നല്ല കൂടുതലായിട്ട് നമുക്ക് കറുപ്പ് വരുന്നത് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ ഒരാടെ സഹായം ഇല്ലാതെ നമുക്കത് ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ. ഒരാടെ സഹായം വേണം. ഞാൻ എന്നേ വിചാരിക്കുന്നു ഒന്ന് കാണിച്ചു തരാം, പക്ഷേ എനിക്ക് ഒറ്റയ്ക്കായിട്ട് ഒക്കത്തില്ല കേട്ടോ. അപ്പോഴേ വ്യത്യാസം ആയെന്നൊക്കെ പറ. കണ്ടോ, നേരത്തെ നിങ്ങളെ കാണിച്ചപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. അത് നമ്മൾ പയ്യെ നമുക്ക് മാറ്റാം കേട്ടോ. 1-2 ആഴ്ച. എനിക്ക് നേരത്തെ ഇവിടെ എന്തോ ഒരു കറുപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ അല്ല, എന്തോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു കറുപ്പ് എനിക്കുണ്ട്. സ്കിന്നിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് നനഞ്ഞ തുണി വെച്ച് തുടച്ച് കൊടുക്കാം കേട്ടോ. നല്ല തണുപ്പ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇത്തിരി കൂടെ ഉണ്ട് കേട്ടോ. നമ്മളത് ചെയ്തെടുക്കണം. ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും മാറത്തില്ല കേട്ടോ. നമ്മൾ അല്ലാതുള്ള അസുഖങ്ങളാണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചത് കൊണ്ട് മാറുമോ? ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. അയ്യോ, ഒത്തിരി ഉണ്ടായിരുന്നു കറുപ്പ് കേട്ടോ. അന്ന് ആ സമയത്ത് എനിക്ക് നല്ല വണ്ണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തുടച്ചു. കണ്ടല്ലോ കഴുത്ത് നിങ്ങളെൻ്റെ. നമ്മുടെ നാരങ്ങയുടെയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉരുണ്ടിരിക്കുന്നു. ആഴ്ചയിലൊക്കെ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഒരാളുടെ ഹെൽപ്പ് വേണം, അതാണ് കുഴപ്പം. ഞാൻ പിന്നെ മോളുള്ള സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ചുമ്മാതെ പറയുന്നതല്ല, എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല എന്താ ഓരോ സൂത്രപ്പണികളാണല്ലോ ഞാൻ ചെയ്ത് തരുന്നത്. അപ്പോഴിതും നമുക്ക് ഇച്ചിരി പല്ല് തേക്കുന്ന ഇച്ചിരി പേസ്റ്റും ഇച്ചിരി നാരങ്ങയും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഒക്കെ നമ്മുടെ വീടുകളിൽ, എല്ലാവരുടെയും വീടുകളിൽ എടുക്കാം ഉണ്ടല്ലോ. അപ്പോഴതും കൊണ്ടൊക്കെ നമുക്ക് ഇതുമാതിരിയുള്ള നല്ല കിടുക്കോച്ചി ഐറ്റങ്ങളൊക്കെ നമുക്ക് മുഖത്തും നമ്മുടെ കഴുത്തിലും ഇത് തന്നെ നമുക്ക് ഇവിടെ ഇടാം കേട്ടോ. ഈ കൈയുടെ മുട്ടിൽ ഇങ്ങനെ കറുപ്പ് വരത്തില്ലേ, അങ്ങനെയൊക്കെ ഇടാൻ കേട്ടോ. അതൊക്കെ ഇടാൻ നല്ലതാണ്. കൈയുടെ മുട്ടിലൊക്കെ നല്ലോണം ഈ കറുപ്പൊക്കെ എനിക്ക് ഇത്തിരി ഉണ്ടല്ലേ. അത് ഞാനുണ്ടല്ലോ നമ്മുടെ മൊബൈലൊക്കെ നോക്കുമ്പം കൈയുള്ള കസേരയാണ്. ആ കസേരയ്ക്കകത്തോട്ട് സുപ്പ് 2 കൈയും എടുത്ത് വെക്കും, എന്നിട്ടാണ് കുത്തി പറിക്കുന്നത്. അങ്ങനെ അതേ ഇവിടെ ഇത്രയും കറുപ്പായി. അപ്പോഴത് ആ തോടൊക്കെ എടുത്ത് വെച്ച് ഞാനും ഇനി ചെയ്യും. അത്ര ഉള്ളത്തില്ല, കറുപ്പൊക്കെ മാറണ്ടേ, ഇല്ലെങ്കിൽ നാണക്കേടല്ലേ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ.
ഇഷ്ടമാവുന്നെങ്കിൽ വീഡിയോ ഇഷ്ടമൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും ഞാൻ കുളിക്കട്ടെ. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും തേച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇനി കുളിച്ചിട്ടൊക്കെ വരട്ടെ കേട്ടോ. അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ.